മുത്തശ്ശി കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കടമറ്റത്ത് കത്തനാരുടെ കഥകളാണിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടി പറയാൻ ബാക്കിയുണ്ട്, അത് ഇന്ന് മുഴുവനാക്കാം. പണ്ട് തിരുവനന്തപുരത്തു നിന്ന് പത്മനാഭപുരത്തേക്ക് പോണ വഴിക്ക് കുറച്ച് സ്ഥലം മനുഷ്യവാസം ഇല്ലാത്തൊരു കാട് പ്രദേശമായിരുന്നു. എന്നാലും ഈ തിരുവനന്തപുരത്തിന് പോവാനും അവിടുന്ന് ഇങ്ങോട്ട് വരാനും ഒക്കെ ഈ വഴിയല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയണത്. ആ കാട്ടുപ്രദേശത്ത് കൂടി തന്നെയാണ് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതും തിരുവനന്തപുരത്തു നിന്ന് തിരിച്ചും ഒക്കെ എല്ലാവരും നടന്ന് പോയിക്കൊണ്ടിരുന്നത് എന്നാണ് പറയണത്. ആ കാട്ടിലൊരിക്കൽ ഒരു യക്ഷി ഒന്നുകൂടി, എവിടുന്നോ ഒരു യക്ഷി ആ കാട്ടുപ്രദേശത്ത് വന്നു. ആ യക്ഷിയാണെങ്കിൽ പകൽ സമയത്ത് പോലും ഇങ്ങനെ അവിടെ ആ കാട്ടിൽ കൂടി അലഞ്ഞ് നടക്കും. ആ വഴി കൂടി പോണവരെയൊക്കെ ഉപദ്രവിക്കും. അതാണെങ്കിൽ സർവാംഗ സുന്ദരിയായിട്ടുള്ളൊരു യുവതിയായിട്ട് അവിടെ അങ്ങനെ നിൽക്കും ഈ ആൾക്കാർ പോണ വഴിയിൽ. ആ വഴി കൂടി പോണവരോട് ആദ്യം ചിരിച്ചു കാണിക്കും. സുന്ദരിയായിട്ടുള്ള ആളുകളല്ലേ, അപ്പോൾ ഈ സുന്ദരി ഇങ്ങനെ ചിരിച്ചു കാണിക്കുമ്പോൾ ആരായാലും നോക്കി പോവും. അപ്പോൾ ഒന്ന് മുറുക്കാൻ ഇത്തിരി ചുണ്ണാമ്പ് തരുമോ എന്ന് ചോദിക്കും ആ സുന്ദരി. അപ്പോൾ ചുണ്ണാമ്പ് ഉള്ളവരാണെങ്കിൽ ചുണ്ണാമ്പും കൊണ്ട് നടക്കുന്നവർക്കല്ലേ ഇപ്പോൾ ഈ ചുണ്ണാമ്പ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ ആലോചിക്കണേ. അപ്പോൾ ഈ ചുണ്ണാമ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഈ യക്ഷി ചെയ്തിട്ടുണ്ടാവുക, അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ ചുണ്ണാമ്പ് കൊടുത്തു കഴിയുമ്പോൾ അവളിങ്ങനെ സംസാരിക്കും, പല സൗഹൃദ സംഭാഷണങ്ങളൊക്കെ നടത്തും. അവളുടെ വാക്ക് കേട്ടാൽ മയങ്ങിപ്പോവാത്തവരാരുമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവൾ പറഞ്ഞു മയക്കി എല്ലാവരെയും കാട്ടിൻ്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുത്രേ. കാട്ടിൽ ചെന്നാലുടനെ ഈ കൊണ്ടുപോയ ആളെ പിടിച്ച് കീറി ചോരയും നീരും ഒക്കെ കുടിച്ച് നഖവും മുടി മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ എന്നാണ് പറയണത്. അങ്ങനെ എല്ലാം ഭക്ഷിക്കും എന്നാണ് പറയണത്. ഇതായിരുന്നു അവളുടെ പതിവ് എന്നാണ് പറയണത്. ഇങ്ങനെ അവളിങ്ങനെ ഒരുപാട് ആളുകളെ ഭക്ഷിച്ചു. ഇത് പലരായിട്ട് പിന്നെ ഇങ്ങനെ കേട്ടു തുടങ്ങി. യക്ഷിയുണ്ട് ആ കാട്ടിൽ കൂടി പോയ ഇയാളെ കാണാനില്ല, മറ്റേയാളെ കാണാനില്ല എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് അങ്ങനെ എല്ലാവരും പറയാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ആ വഴി കൂടി ആരും നടക്കാതെയായി, ആ വഴി ഉപേക്ഷിച്ചു എല്ലാവരും. അങ്ങനെ അപ്പോൾ ആ യക്ഷി എന്ത് ചെയ്തു, രാത്രി കാലങ്ങളിൽ മനുഷ്യവാസമുള്ള സ്ഥലത്ത് പോയി വീടുകളിലേക്ക് കയറി ചെല്ലാൻ തുടങ്ങി. അങ്ങനെ വീടുകളിൽ കടന്നു കയറിയിട്ട് മനുഷ്യരെ പിടിച്ച് ഭക്ഷിച്ചു തുടങ്ങി ഈ യക്ഷി. അങ്ങനെ ജനങ്ങൾ വലഞ്ഞു. ഏത് വിധവും ഈ യക്ഷിയെ ഇവിടുന്ന് ഒഴിപ്പിച്ച് വിടണം എന്ന് വിചാരിച്ച് ഒരുപാട് മന്ത്രവാദികളെ വരുത്തി പല വിദ്യകളും ചെയ്യിച്ചു അത്രേ. അതുകൊണ്ടൊന്നും ഈ യക്ഷിക്ക് ഒരു കാര്യം ഉണ്ടായില്ല, അത് പോയില്ല അവിടുന്ന്. ഒടുക്കം ചിലരിങ്ങനെ പറഞ്ഞിട്ട് അവിടെയുള്ളവരറിഞ്ഞു. കടമറ്റത്ത് ചെന്ന് അവിടെ കടമറ്റത്ത് ഒരു കത്തനാരുണ്ട്, ആ കത്തനാരെയും കൊണ്ട് ചിലപ്പോൾ ഇതിനെ ഒഴിപ്പിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട് കടമറ്റത്തേക്ക് പോയി കത്തനാരെയും കൊണ്ടുപോയി ചിലർ. കത്തനാർ ആ സ്ഥലത്ത് ചെന്നപ്പോഴും ഈ യക്ഷി മുമ്പ് പറഞ്ഞ പോലെ ഇങ്ങനെ സുന്ദരിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹം ചെന്ന് യക്ഷി പതുപോലെ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ പതുപോലെ അങ്ങനെ പുഞ്ചിരിച്ച് അടിക്കുഴഞ്ഞ് ഒരു മുറുക്കാൻ തരുമോ, ഇത്തിരി ചുണ്ണാമ്പ് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ കത്തനോ എന്താ സംശയം, തരാലോ എന്ന് പറഞ്ഞു. സന്തോഷത്തോടെ പറഞ്ഞു, തരാം, അതിനെന്താ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞിട്ട് ചുണ്ണാമ്പ് എടുത്തിട്ട് ഇരുമ്പാണിയുടെ മുകളിൽ വെച്ചിട്ട് നീട്ടിക്കൊടുത്തു. അത് മേടിക്കാൻ യക്ഷി ഇത്തിരി മടിച്ചു അത്രേ, എന്നാലും മേടിച്ചു. അതോടുകൂടി യക്ഷി കത്തനാരുടെ ബന്ധനത്തിൽപ്പെട്ടു എന്നാണ് പറയുന്നത്. അവൾക്ക് പിന്നെ ഒന്നിനും ശക്തിയില്ലാതെയായി തീർന്നു എന്നാണ് പറയണത്. ഈ ചുണ്ണാമ്പോട് കൂടി തന്നെ ആ ഇരുമ്പാണി കൈ കൊടുത്തു എന്നാണ് ഈ യക്ഷിക്ക് തോന്നിയത് അത്ര. എന്നാൽ കത്തനാർ ഒരു മന്ത്രം ജപിച്ച് ആ ആണി അവളുടെ ശിരസിൽ നെറുകയിൽ തറയ്ക്കുകയാണ് ചെയ്തത് എന്നാണ് പറയണത്.
ചുണ്ണാമ്പ് കൊടുത്തിട്ട് ഉടനെ കത്തനാർ പോയി. കത്തനാർ മുമ്പോട്ട് നടന്നു. അപ്പോൾ ഈ യക്ഷി ഒരു ദാസിയെ പോലെ ഈ കത്തനാരുടെ പുറകെ അങ്ങനെ നടന്നു. അങ്ങനെ നടന്ന് ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ താമസിക്കും. ഒരുപാട് ദൂരം നടക്കുമ്പോൾ ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ വീടുകളിലൊക്കെ കയറി താമസിക്കും. അങ്ങനെ 4-5 ദിവസം നടന്നു കഴിഞ്ഞപ്പോൾ കായംകുളത്ത് എത്തി. അങ്ങനെ അവിടെ കത്തനാർക്ക് പരിചയമുള്ളൊരു വീടുണ്ടായിരുന്നു അത്രേ, കായംകുളത്ത്. അവിടെ കയറി അദ്ദേഹം. അപ്പോൾ ഈ യക്ഷിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ കത്തനാരുടെ അമ്മായിയാണ് അത്ര ഉണ്ടായിരുന്നത്. അമ്മാവും മരിച്ചുപോയി. അവിടെ ആ കാലത്ത് കത്തനാരുടെ അമ്മായിയും ആയിട്ട് ഒരു വയോവൃദ്ധ ആയിട്ടുള്ളൊരു വിധവയാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ആ വിധവയ്ക്കാണെങ്കിൽ യക്ഷിയെ കണ്ടിട്ട് വലിയ ഇഷ്ടമായി. ഇവളേതാ എന്ന് ചോദിച്ചു. അപ്പോൾ കത്തനാർ പറഞ്ഞു, ഇവളെ ഇപ്പം ഞാൻ എൻ്റെ ദാസിയാക്കിയിരിക്കുക, എന്താ ചോദിച്ചു. അപ്പോൾ എനിക്കിവിടെ സഹായത്തിന് ഒരു മനുഷ്യനുമില്ല. അപ്പോൾ ഇവിടുത്തെ പണികളൊക്കെ തീർക്കാനാണെങ്കിൽ ഒരു പെണ്ണുണ്ടായാൽ കൊള്ളാം എന്ന് വിചാരിക്കുക. ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ചോദിച്ചതാണ് എന്നും പറഞ്ഞു. അപ്പോൾ കത്തനാർ പറഞ്ഞു, ഒന്നാ വിരോധമില്ല, വേണമെങ്കിൽ ഇവിടെ താമസിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞു. ഇത് കേട്ട് ആ വയസ്സായ സ്ത്രീക്ക് വലിയ സന്തോഷമായി. അവർ ആ യക്ഷിയെ അവരുടെ മകളെ പോലെ വാത്സല്യം തോന്നി സ്വീകരിച്ച് ഒക്കെ ഇരുത്തി. ഉടനെ കത്തനാർ കുളിക്കാൻ പോയി. യക്ഷിയും ഈ സ്ത്രീയും കൂടി ഭക്ഷണത്തിന് എല്ലാം വേണ്ടതൊക്കെ വെച്ച് കാലാക്കി. കത്തനാർ കുളിയും ഊണും ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടന്നു ഉറങ്ങാം എന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്ത് ഈ സ്ത്രീയും ഈ യക്ഷിയും കൂടി ഊണും കഴിഞ്ഞ് വലിയ വലിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു മുറിയിൽ. അതിൻ്റെ ഇടയിൽ ഈ സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീ ഈ യക്ഷിയാണെന്നൊന്നും അറിയില്ലല്ലോ, ഒരു സുന്ദരി കുട്ടി. അപ്പോൾ അതിൻ്റെ മുടി ചീകി കെട്ടിക്കൊടുക്കാം എന്ന് വിചാരിച്ചു ഈ സ്ത്രീ. അപ്പോൾ മുടി ഇങ്ങനെ ചീകണേൻ്റെ ഇടയിൽ വൃദ്ധ കണ്ടു തലയിലൊരാണി തറച്ചിരിക്കണു. അയ്യോ മോളെ, ഇതാ നിൻ്റെ തലയിൽ ഒരു ഇരുമ്പാണി തറച്ചു വെച്ചിരിക്കുന്നു, ഇതെങ്ങനെയാണ് വന്നത്, വല്ലാത്ത കഷ്ടമായല്ലോ എന്നും പറഞ്ഞിട്ട് അതിങ്ങോട്ട് പറിച്ചെടുത്തു അത്രേ. ആ നിമിഷം യക്ഷി അതിൻ്റെ ശരിക്കുള്ള സ്വരൂപം കാണിച്ചു. എന്നിട്ട് മറഞ്ഞുപോയി, അദൃശ്യമായി എന്നാണ് പറയണത്. വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അടുക്കൽ ഇരുന്ന ആളെ പെട്ടെന്ന് കാണാണ്ടായപ്പോൾ വൃദ്ധയ്ക്ക് പേടിയായി. അപ്പോൾ കത്തനാരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇവളെ കാണാനില്ല, അതിൻ്റെ തലയിലൊരു ആണി ഉണ്ടായിരുന്നു, ഞാനത് ഊരിക്കളഞ്ഞു എന്ന്. അപ്പം മുതൽ അതിനെ കാണാനില്ല എന്ന് ഈ സ്ത്രീ കത്തനാരോട് പോയി പറഞ്ഞു. അപ്പോൾ കത്തനാർ പറഞ്ഞു, എന്നാ കാര്യം തെറ്റി, കാര്യമൊക്കെ പിഴച്ചു എന്ന് പറഞ്ഞു. കത്തനാരായി അത് പുറകെ പോയി. ചില ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് യക്ഷി വടക്കോട്ടാണ് പോയത് എന്നൊക്കെ മനസ്സിലായി ഇത്രേ കത്തനാർക്ക്. അങ്ങനെ ചെന്നപ്പോൾ യക്ഷി അങ്ങനെ അതിവേഗത്തിൽ നടന്നു പോണത് ഇങ്ങനെ കത്തനാർ കണ്ടു ഇത്രേ ദൂരെന്ന്. കൂടെ എത്തണം എന്ന് വിചാരിച്ചു കത്തനാരും വെച്ച് പിടിച്ചു. 2 പേരും എന്നിട്ട് നടന്ന് മാന്നാറിലെത്തി. കത്തനാർ ആ മാന്നാറിൽ ആറ്റുകടവിലെത്തിയപ്പോഴേക്കും ഈ അവിടുത്തെ കടത്തുകാരൻ ഈ തോണി കയറി കടത്തുകാരനോട് വേഗം അക്കരയ്ക്കൊന്ന് വിടണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവളെയും കൊണ്ട് ഈ തോണിക്കാരൻ പോയി. കത്തനാർ എത്തണതിൻ്റെ മുമ്പേ തോണി പോയി. അപ്പോൾ തൽക്കാലം ഈ കത്തനാർക്ക് അക്കരയ്ക്ക് പോകാൻ വേറെ വള്ളമൊന്നും ഇല്ലായിരുന്നു അവിടെ. അത് കാരണം വിചാരിച്ചതൊന്നും പറ്റിയില്ല. അപ്പോൾ എന്ത് ചെയ്തു, അവൾ അക്കരെ കടന്നിട്ട് അവിടുന്ന് പോവാതിരിക്കാൻ വേണ്ടി അനങ്ങാൻ പറ്റാത്ത പോലെ അവിടെ നിർത്താൻ വേണ്ടിയിട്ട് ഒരു സൂത്രം ചെയ്തു. പനയന്നാർക്കാവിലേക്ക് എന്നാണത്രേ യക്ഷി പറഞ്ഞത്. അപ്പോൾ കത്തനാർ വിചാരിച്ചു, ഞാൻ ഇനി വേറെ വള്ളമൊക്കെ ആ വള്ളം തിരിച്ചു വന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ അതിൻ്റെ മുമ്പേ ഇവൾ ഓടിപ്പോവാതിരിക്കാൻ വേണ്ടി ഒരു വിദ്യ പ്രയോഗിച്ചു അത്രേ. പിന്നെ എന്നിട്ട് അദ്ദേഹം അവിടെ നിന്നൊരു വാഴയില തൂശനില മുറിച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് അതിൽ കയറി തുഴഞ്ഞ അങ്ങനെ അങ്ങോട്ട് യക്ഷിയുടെ അടുത്ത് ചെന്നു അത്രേ. വള്ളത്തിന് പകരം ഒരു വാഴയില
തൂശനില വലിയതായിട്ട് മുറിച്ചെടുത്തിട്ട് അതിൽ കയറി, ഇന്ദ്രജാലക്കാരനല്ലേ, ആ തൂശനിലയിൽ കയറിയിരുന്ന് തുഴഞ്ഞ് അക്കരെ ചെന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ യക്ഷിക്ക് അനങ്ങാൻ വയ്യാണ്ട് നിൽക്കുകയല്ലേ. അപ്പോൾ നീ എവിടേക്കാണ് പോകണേന്ന് ചോദിച്ചു. അപ്പോൾ നിന്നെ ഞാൻ വിട്ടയക്കില്ല, ജനങ്ങൾക്ക് ഒരു ഉപദ്രവവും ചെയ്യാതെ ഇവിടെ ഇരുന്നോളാം എന്നാണെങ്കിൽ അങ്ങനെ അനുവദിക്കാം, അല്ലാത്ത പക്ഷം നിന്നെ ഞാൻ അറുത്ത് ഹോമിക്കും എന്ന് പറഞ്ഞു. ഏതാ നിനക്ക് സമ്മതം എന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ യക്ഷിക്ക് പേടിയായി. ഞാൻ ആരെ ഉപദ്രവിക്കാതെ ഇനി എന്നും ഇവിടെ ഇരുന്നോളാം, എന്നെ സംഹരിക്കരുത്, എന്നെ കൊല്ലരുത് എന്ന് അപേക്ഷയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഇരുന്നോളാം എന്നാണെങ്കിൽ അങ്ങനെ സത്യം ചെയ്യണം എന്നോട് എന്ന് പറഞ്ഞു. അപ്പോൾ യക്ഷി അതുപോലെ സത്യം ചെയ്തു, ഇനി ആരെ ഉപദ്രവിക്കില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്നൊക്കെ യക്ഷി സത്യം ചെയ്തു. അന്ന് മുതൽ ആ യക്ഷി അവിടെ തന്നെ താമസമായി എന്നാണ് പറയണത്. യക്ഷി അദൃശ്യയാണ്, പണ്ടത്തെ പോലെ വെളിപ്പുറത്തിറങ്ങി നടക്കാറില്ല എന്ന്. എന്നാലും കർത്തവാവ്, വെള്ളിയാഴ്ച ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ അർദ്ധരാത്രി സമയത്തൊക്കെ അന്നത്തെ കാലത്ത് പലരും കണ്ടിട്ടുണ്ട് എന്നാണ് പറയണേ. പുസ്തകത്തിൽ അങ്ങനെയാണ് പറയണത്. ഇപ്പോഴൊന്നും ഉണ്ടാവുമോ എന്നറിയില്ല. പനയന്നാർക്കാവ് ഇപ്പോഴും ഉണ്ടല്ലോ. അവിടെ ഉള്ളവർക്ക് എന്തെങ്കിലും ദൃഷ്ടാന്തം ഉണ്ടോ എന്നും അറിയില്ല. അവിടെയുള്ള ഭദ്രകാളി ക്ഷേത്രമാണ് പനയന്നാർക്കാവ്. അപ്പോൾ ആ യക്ഷിയെ അവിടെ പനയന്നാർക്കാവിലെ യക്ഷി എന്നാണ് ആ യക്ഷിയെ പറയണത്. പരുമല യക്ഷി എന്നൊക്കെ പറയുന്നുണ്ട് അത്രേ. അങ്ങനെ അവിടെ വന്നേ പിന്നെ ആരെയും ഈ യക്ഷി ഉപദ്രവിച്ചിട്ടില്ല എന്നാണ് പറയണത്. പിന്നെ കുഞ്ചമൺ പോറ്റി എന്ന് പറഞ്ഞാൽ വലിയ മാന്ത്രികനാണ്. ഈ പോറ്റിയും അതുപോലെ കത്തനാരും തമ്മിൽ നല്ല സ്നേഹബന്ധമായിരുന്നു. കുഞ്ചമണ്ണിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കത്തനാർ സൗഹൃദ സംഭാഷണത്തിനൊക്കെ ആയിട്ട് പോവാറുണ്ട്. അദ്ദേഹം കത്തനാരെ ക്ഷണിക്കുകയും പോറ്റി കത്തനാരെ ഇടയ്ക്കിടയ്ക്ക് ക്ഷണിക്കുകയും മഠത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഈ മഠത്തിലൊന്ന് പോകണം എന്ന് കത്തനാർ നിശ്ചയിച്ചു. അവർ തമ്മിൽ വലിയ സ്നേഹമായിരുന്നു. ഈ പോറ്റിക്ക് ചാത്തന്മാരുണ്ട്. ചാത്തന്മാരെ അദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാരെ പോലെ കൂടെ കൊണ്ട് നടക്കൂ അത്ര എന്നും. അതെന്തായാലും കത്തനാർക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്ന് ഒരു വിചാരം പോറ്റിക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ദ്രജാലം, മഹേന്ദ്രജാലം തുടങ്ങിയതൊന്നും പോറ്റിക്ക് എൻ്റെ അത്ര അറിയില്ലല്ലോ എന്നുള്ള ഒരു വിചാരം കത്തനാർക്കും ഉണ്ടായിരുന്നു അത്രേ. അങ്ങനെ അതുകൊണ്ട് കത്തനാർ അന്ന് പോയപ്പോൾ ഒരു കൗശലം പ്രയോഗിച്ചു എന്നാണ് പറയണത്. എവിടെയെങ്കിലും വള്ളത്തിലും ബോട്ടിലും ഒക്കെ കയറി പോകുമ്പോൾ ഊന്നാനും തണ്ടുവലിക്കാനും ഒക്കെ അദൃശ്യന്മാരായ ചാത്തന്മാരാണ് പോറ്റിക്ക് പതിവ്. അതുപോലെ എനിക്കും പോകണം എന്ന് കത്തനാർക്കൊരു തോന്നൽ. അപ്പോൾ അന്ന് കുഞ്ചമൻ പോറ്റിയുടെ കടവിൽ, അവിടെ പോറ്റിയുടെ ആയിട്ട് കടവുണ്ടത്രേ, ആ കടവിൽ ആരും ഊന്നും തുഴയും ഒന്നുമില്ലാതെ ഒരു വള്ളം വന്നെടുക്കണത് പോറ്റി അങ്ങനെ കടവിൽ നിന്ന് കണ്ടു അത്രേ. ആരുമില്ല, ആരും തുഴയണ പോലും ഇല്ല. ഒരു വള്ളം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ കത്തനാർ കരക്കെത്തിയപ്പോൾ കത്തനാർ വള്ളത്തിൽ നിന്ന് ഇറങ്ങി. ഓ, ഇതെന്താ വള്ളക്കാരും ഇല്ലാതെ പോകുന്നത് എന്ന് ചോദിച്ചു പോറ്റി കത്തനാരോട്. കത്തനാർ പറഞ്ഞു, തൽക്കാലം വള്ളക്കാരെ ഒന്നും അന്വേഷിച്ചിട്ട് കിട്ടിയില്ല, അപ്പോൾ ഇങ്ങോട്ട് വരണം എന്ന് വിചാരിക്കുകയും ചെയ്തു. ഞാൻ ആ തോണിയിൽ കയറിയിരുന്നു, അന്യസഹായം കിട്ടാതെ ഇവിടെ വന്ന് അടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ പോറ്റിക്ക് മനസ്സിലായി. ഇത് കേട്ടപ്പോൾ തോണി തനിയെ നടന്നത് കത്തനാരുടെ ഇന്ദ്രജാല വിദ്യ കൊണ്ടാണ് എന്ന് ആക്ഷേപിക്കാനായിട്ട് പറഞ്ഞതാണെന്ന് പോറ്റിക്ക് മനസ്സിലായി. പിന്നെ ഒന്നും മിണ്ടിയില്ല. ഉടനെ പോറ്റി കത്തനാർക്ക് കുളിക്കാനും ഉണ്ണാനും വേണ്ടതൊക്കെ ചട്ടം കെട്ടി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് സ്വൈരസല്ലാപം ഇരുന്ന് രണ്ടുപേരും കൂടെ കുറേ നേരം വർത്തമാനം പറഞ്ഞു. ഒരു സന്ധ്യയാവുന്നതിന് മുമ്പ് കത്തനാർ പറഞ്ഞു, എനിക്ക് പോകണമല്ലോ, നേരം വൈകി തുടങ്ങി, എനിക്ക് പോകണം എന്ന് പറഞ്ഞ് കടവിൽ ചെന്ന് നോക്കുമ്പോൾ വള്ളം കാണാനില്ല. വള്ളം അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഉണ്ട് ഒരു
മാവിൻ്റെ മുകളിൽ ഈ കത്തനാരുടെ തോണി ഇരിക്കുന്നു, മാവിൻ്റെ മുകളിൽ. ഇവിടുത്തെ കടവിലാണല്ലോ ഞാൻ ഈ തോണി ഇട്ടിരുന്നത്, അതുകൊണ്ട് അത് താഴെ ഇറക്കിച്ച് തരാനുള്ള ചുമതല തിരുമേനിക്കാണ് എന്ന് പറഞ്ഞു പോറ്റിയോട്. പോറ്റി പറഞ്ഞു, മാവിൻ്റെ മുകളിലിരിക്കണ വെള്ളം താഴെ ഇറക്കിച്ച് തരാൻ ഞാനിങ്ങനെ, എനിക്കിപ്പോൾ നിവൃത്തിയില്ല, മാവുമ്മ കയറാനൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് കത്തനാർ തന്നെ എങ്ങനെയെങ്കിലും ഇറക്കിച്ച് കൊണ്ടുപോയിക്കോളണം എന്ന് പറഞ്ഞു. അപ്പോൾ പോറ്റിയുടെ പണിയാണ് ഇത് മാവിൻ്റെ മുകളിൽ എത്തിച്ചത്. അത് പോറ്റി തന്നെ ഇറക്കി കൊടുക്കണം എന്നാണ് കത്തനാർ പറയണത്. പക്ഷേ കത്തനാർക്ക് അത്ര സാമർഥ്യം ഉണ്ടെങ്കിൽ കത്തനാർ തന്നെ ഇറക്കുക എന്നാണ് പോറ്റിയുടെ വിചാരം. അതാണ് പറഞ്ഞത്. അപ്പോൾ കത്തനാർ പറഞ്ഞു, എന്നോട് ഉപായം ഒന്നും പറയണ്ട, സംഗതിയൊക്കെ എനിക്ക് മനസ്സിലായി. തോണി താഴെ ഇറക്കി തരാത്ത പക്ഷം ഇതാ മഠത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന അന്തർജനങ്ങളുണ്ടല്ലോ, അവർ വസ്ത്രം ഇല്ലാതെ വെളിയിൽ ഇറങ്ങി വന്നിട്ട് മാവുമേ കയറി തോണി എടുത്ത് താഴെ കൊണ്ടുവരും. അത് കാണണോ എന്ന് ചോദിച്ചു. ഓ, കത്തനാർ വിചാരിച്ചാൽ അങ്ങനെയൊക്കെ സാധിക്കുമോ എന്ന് ചോദിച്ചു പോറ്റി. അപ്പോൾ എന്നാൽ പരീക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞു കഴിയുന്നതിന് മുമ്പേ അവിടുന്ന് അന്തർജനങ്ങൾ, സ്ത്രീകൾ വസ്ത്രമില്ലാതെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരാൻ തുടങ്ങി. അപ്പോൾ പോറ്റിക്ക് പേടിയായി. അയ്യോ എൻ്റെ കത്തനാരെ, എന്നെ അവമാനിക്കല്ലേ, ഞാനിപ്പോൾ വെള്ളം ഇറക്കി താഴെ തരാം എന്ന് പറഞ്ഞു ചാത്തന്മാരെ കൊണ്ട് വെള്ളം ഇറക്കിച്ച് അത് കിടന്നിരുന്ന സ്ഥലത്ത് ഇട്ട് കൊടുത്തു. ഉടനെ ഈ അന്തർജനങ്ങളെല്ലാം അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. അപ്പം തന്നെ കത്തനാരും പോറ്റിയും ഇനി തമ്മിൽ മത്സരിക്കില്ല എന്ന് ഒരു തീരുമാനം തമ്മിൽ പറഞ്ഞു സത്യം ചെയ്തു. പിന്നീട് അവർ രണ്ടുപേരും അത്രയും സ്നേഹത്തോടെയാണ് കഴിഞ്ഞിരുന്നത് എന്നും പറയുന്നു. അതുപോലെ തന്നെ യെറുശലേമിൽ നിന്ന് ഒരു ബാവ ഇവിടെ നമ്മുടെ കേരളത്തിൽ വന്നു അത്രേ. അപ്പോൾ കേരളം സന്ദർശിക്കാൻ വേണ്ടി വന്നു. അവർ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച കൂട്ടത്തിൽ ഒരു ദിവസം കടമറ്റത്ത് പള്ളിയിലും ചെന്നു അത്രേ. അപ്പോൾ കത്തനാർ ചില കാഴ്ചദ്രവ്യങ്ങളൊക്കെ ബാവയ്ക്ക് കാഴ്ച വെച്ചു. കുറേ പഴങ്ങൾ, ഇവിടെ കിട്ടാത്ത യൂറോപ്പിൽ മാത്രം കിട്ടുന്ന പഴങ്ങളാണത്രേ അന്ന് ആ ബാവയ്ക്ക് കൊടുത്തത്. അപ്പോൾ ബാവ പറഞ്ഞു, ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പച്ചമുന്തിരിങ്ങയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. പച്ചമുന്തിരിങ്ങാപ്പഴം ഇവിടെ കിട്ടണതാണല്ലോ, അത് മാത്രം കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം കത്തനാർ പറഞ്ഞു, ഓ അങ്ങനെയാണെങ്കിൽ അതും തരാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ സുലഭമായിട്ട് എല്ലാം സുലഭമാണ്. ഇവിടെ ഇവിടെ ഒരു പച്ചമുന്തിരിങ്ങ അങ്ങോട്ട് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് മുളച്ച് വള്ളിയായി കൊലയായിട്ട് മുന്തിരിങ്ങ അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇപ്പം തന്നെ മുന്തിരിങ്ങ പറിക്കാൻ പറ്റും എന്ന് പറഞ്ഞു കത്തനാർ. അപ്പോൾ ബാവ പറഞ്ഞു, എന്നാൽ അതൊന്ന് കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞു. ഇന്ന് പറഞ്ഞ നേരത്തിന് കത്തനാർ പോയിട്ട് മുന്തിരിങ്ങാപ്പഴം പള്ളിയുടെ മുറ്റത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേന് അതങ്ങോട്ട് മുളച്ച് പടർന്ന് ഒരുപാട് മുന്തിരിങ്ങാക്കൊല അതിലുണ്ടായി. ബാവ അത് കണ്ടിട്ട് വലിയ അത്ഭുതമായി. എന്നിട്ട് ഒരെണ്ണം തിന്നു നോക്കി, ശരിക്കുള്ള മുന്തിരിങ്ങ തന്നെയാണോ എന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ സാധാരണ നമ്മൾ ആ മുമ്പിൽ വച്ചേക്കണ ആ പഴങ്ങളെക്കാളൊക്കെ സ്വാദുണ്ട് ഈ പഴത്തിന് എന്നാണ് പറയണത്. അപ്പോൾ ബാവ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കൂടെ പോയ ആരോ പറഞ്ഞു അത്രേ, ഈ കത്തനാരെ വലിയ മാന്ത്രികനും ഇന്ദ്രജാലക്കാരനും ഒക്കെയാണ്, പച്ചമുന്തിരിങ്ങ ഉണ്ടാക്കിയതേ ഇന്ദ്രജാലം കൊണ്ടാണ്. ആ കത്തനാരുടെ വാസസ്ഥലത്ത് ഒരുപാട് മന്ത്രവാദ ഗ്രന്ഥങ്ങളും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ആ ബാവയോട്. അപ്പോൾ ബാവയ്ക്ക് അതിഷ്ടമായില്ല. ഉടനെ ബാവ കത്തനാരുടെ ആ താമസ സ്ഥലത്ത് ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങളെല്ലാം എടുപ്പിച്ചൊക്കെ തീയിലിട്ട് ചൂടാൻ പറഞ്ഞു എല്ലാവരോടും, കൂടെ ഉണ്ടായിരുന്നവരോട്. ആ പുസ്തകങ്ങളൊക്കെ എടുത്ത് തീയിലിട്ട് ചൂടാൻ പറഞ്ഞു. അപ്പോൾ അവർ ആ ഗ്രന്ഥങ്ങളെല്ലാം തീയിലിട്ട് ചൂടാൻ തുടങ്ങിയപ്പോൾ അതെല്ലാം പക്ഷികളെ പോലെ ആകാശത്തിലേക്ക് പറന്നുപോയി എന്നാണ് പറയണത്. അപ്പോൾ ബാവയും കൂട്ടരും എത്ര ശ്രമിച്ചിട്ട് ഒരു ഗ്രന്ഥം പോലും നശിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയണു. ഒടുക്കം ബാവ കത്തനാരെ അടുക്കൽ വിളിച്ച്, എൻ്റെ മക്കളെ, ഈ വക വിദ്യയൊന്നും ക്രിസ്ത്യാനികൾക്ക് ചേർന്നതല്ല എന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ കത്തനാർ പറഞ്ഞു, ഞാൻ ദൈവത്തെ മറന്നിട്ട് ഞാൻ യാതൊന്നും ചെയ്യാറില്ല. ഞാൻ പഠിച്ചിട്ടുള്ള വിദ്യ ജനങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടി ചെയ്യണു. അത് ചെയ്യരുത് എന്ന് പറയുന്നത് സങ്കടമാണ്.
ജനങ്ങൾക്ക് ഉപദ്രവം വരുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. ഉപദ്രവം വരണതും ചെയ്യാനറിയാം, നമ്മൾ കണ്ടതല്ലേ. യക്ഷിയെ ഉപദ്രവിച്ചു, അതിനെ വരുതിക്ക് വരുത്തി. അതുപോലെ പണ്ട് കത്തനാരുടെ പുറകെ ഗുഹയിൽ നിന്ന് വന്ന ആ മലയരയന്മാരെ ഉപദ്രവിച്ചു, അനങ്ങാൻ പറ്റാണ്ട് ആക്കി അവരെ പറഞ്ഞയച്ചു. അങ്ങനെയുള്ള പണികളും അറിയാം. പക്ഷേ സാധാരണ ജനങ്ങളോട് ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വന്നാലേ ചെയ്യുള്ളൂ. സാധാരണ ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ, വല്ലാത്ത ബാധ ഉപദ്രവങ്ങളൊക്കെ കൊണ്ട് കഷ്ടപ്പെടുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വിദ്യയൊക്കെ പുറത്തെടുക്കും, അത്രയേ ഉള്ളൂ. അത് ചെയ്യാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു ബാവയോട്. അങ്ങനെ ഒരുപാട് അവർ തമ്മിൽ വാദപ്രതിവാദമൊക്കെ നടന്ന ശേഷം അപ്പോൾ ബാവ പറഞ്ഞു, എന്നാൽ നിൻ്റെ ഇഷ്ടം പോലെ മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാതെ നീ നിൻ്റെ ഈ പരിപാടി തുടർന്നോളാൻ പറഞ്ഞ് അനുഗ്രഹിച്ചു പോയി. അങ്ങനെയൊക്കെയാണ് കത്തനാരുടെ കഥകൾ. ഒരിക്കൽ ഈ പടയണി എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രകലയുണ്ടല്ലോ. ഈ പടയണിയിൽ കത്തനാരുടെ വേഷം കെട്ടിയിട്ട് ഒരാൾ ഈ പടയണിക്കാരുടെ കൂടെ കളിക്കും അത്രേ. ഒരിക്കൽ കത്തനാർ ആ വഴിക്ക് ഇങ്ങനെ പോകുമ്പോൾ ഈ പടയണിക്കാരൊരു അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ ഒരു കത്തനാരുടെ വേഷവും അതിൻ്റെ കൂടെ കണ്ടു, പടയണിക്കാരുടെ കൂടെ. അപ്പോൾ കത്തനാർ എന്തോ ഒരു വിദ്യ പ്രയോഗിച്ചു. അപ്പോൾ ഈ കത്തനാരുടെ വേഷം ധരിച്ച ആൾക്ക് ഒന്നും ചില ഗോഷ്ഠി കാണിക്കുകയും തന്നെത്താൻ മാറത്തടിച്ച് അടിക്കാനും ഒക്കെ തുടങ്ങി. അയാൾ തന്നെത്താനെ അടിച്ച് മരിക്കും എന്നുള്ള നിലയായി. അപ്പോൾ കടമറ്റത്ത് കത്തനാർ ഈ ഭാഗത്ത് എവിടെയോ വന്നിട്ടുണ്ട്, അദ്ദേഹം എന്തോ ചെയ്തിട്ടാണ് ഈ വേഷക്കാർ ഇങ്ങനെ ചെയ്യണത് എന്നൊക്കെ പടയണിക്കാർക്ക് മനസ്സിലായി. അവരെല്ലാവരും കൂടെ കത്തനാരുടെ അടുക്കൽ ചെന്നിട്ട് കാൽക്കൽ വീണ് നമസ്കരിച്ചു, മാപ്പ് പറഞ്ഞു. അപ്പം മേലാൽ പടയണികളിൽ കത്തനാരുടെ വേഷം കെട്ടില്ല എന്ന് സത്യം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ പിന്നെ അങ്ങനെ സത്യം ചെയ്തു. പിന്നെ പടയണിയുടെ ഇടയിൽ കത്തനാരുടെ വേഷം കെട്ടി കളിക്കാറില്ല എന്ന് പറയണു. ഇങ്ങനെയൊക്കെയാണ് കത്തനാരുടെ കഥകൾ ഐതിഹ്യമാലയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വായിക്കാൻ നേരമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ പറഞ്ഞിടുകയാണ്. അപ്പോൾ കേട്ടിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വേറൊരു കഥയായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.